ഓൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളിട്ട് സെക്കൻഡിൽ വരുവാണ്. സെക്കൻഡിൽ തന്നെ വരികയാണ്. നമുക്ക് വലിയ ചൂടൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ സൺഫ്ലവർ സീഡ് ഈ ഒരു കളറിലേക്കാണ് വരിക. ഇത് നമുക്ക് നോക്കാം, ഒട്ടും ഓയിൽ കണ്ടന്റ് ഇല്ല. ജസ്റ്റ് ക്രിസ്പി രോതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഏകദേശം 90% നമുക്ക് ഈടില്ലാത്ത ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 35% വരെയുള്ള സബ്സിഡിയും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓയിൽ മില്ല് ആൻഡ് ഫ്ലോർ മില്ല് ഇതിനു വേണ്ട എല്ലാ മെഷീനറീസും ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഒരേ സമയം 150 to 200 കിലോ കൊപ്പർ വരെ കട്ട് ചെയ്യാൻ പറ്റിയൊരു കൊപ്പറ കട്ടറാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഹാവൽസിൻ്റെ 2 HP മോട്ടറാണ് വരുന്നത്. ഇതിനൊന്നും ഫൗണ്ടേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റാഫ് പോയിട്ട് അവർക്ക് അവരെ ലൊക്കേഷനിൽ പോയിട്ട് അവർക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഈ ഓയിൽ മിൽ, ഫ്ലോർ മിൽ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും മെക്മാർക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ മെക്മാർക്കിൻ്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിൻ്റെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒത്തിരി പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു വീഡിയോ ആയിരുന്നു, ആൾക്കാർക്ക് ഒരുപാട് ഉപയോഗം ഉണ്ടായ ഒരു വീഡിയോ ആയിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ എന്താണ് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാനോ ഓയിൽ യൂണിറ്റ്, ഒരു സംരംഭം എങ്ങനെ തുടങ്ങാം, അതിന് വേണ്ട നമുക്കൊരു 3 ലക്ഷം രൂപയുടെ താഴെ തന്നെ വളരെ നല്ലൊരു യൂണിറ്റ് തുടങ്ങാൻ പറ്റിയ മെഷീനറീസുമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിനു മുന്നേ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി ഷോറൂമിലാണ്. മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിൻ്റെ ചാലക്കുടിയിലുള്ള ഷോറൂമിലാണ് നിൽക്കുന്നത്. നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റ് വരുന്നത് കോഴിക്കോട് ഓമശ്ശേരി എന്ന സ്ഥലത്താണ്. നമ്മൾ എല്ലാ പ്രൊഡക്റ്റും, അതായത് ഓയിൽ മില്ല് ആൻഡ് ഫ്ലോർ മില്ല് ഇതിനു വേണ്ട എല്ലാ മെഷീനറീസും ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. എല്ലാ മെഷീനറീസും നമ്മൾ സെല് ചെയ്യുന്ന എല്ലാ മെഷീനറീസും ഓൺ മാനുഫാക്ചറിങ് കോഴിക്കോട് ഫാക്ടറിയിൽ വെച്ച് മേക്ക് ചെയ്യുന്ന മെഷീനറീസ് ആണ്. കോഴിക്കോടും ഈ ചാലക്കുടിയിലും അല്ലാതെ നമുക്ക് വേറെ ബ്രാഞ്ചുകളുണ്ടോ? ഇല്ല, കോഴിക്കോട് ചാലക്കുടി മാത്രമാണ്. ഇതാണ് മെക്മാർക്കിന്റെ മിനി ഓയിൽ മില്ല് വരുന്നത്. അതായത് നമുക്ക് ഈ ഒരു കോമ്പോയിൽ വരുന്നത് നമുക്ക് 3 HP ഓയിൽ പ്രസ് മെഷീനാണ് വരുന്നത്. അത് മൾട്ടി സീഡ് ഓയിൽ പ്രസ് മെഷീനാണ്. ഒരേ സമയം 25 to 30 കിലോഗ്രാം വരെ സീഡ് ഓയിൽ എടുക്കാൻ പറ്റിയ തരത്തിലുള്ള മെഷീനാണ് വരുന്നത്. ഇത് നമുക്ക് 3 HP മെഷീൻ മോട്ടറാണ് ഇതിൽ വരുന്നത്. അത് നമുക്ക് സിംഗിൾ ഫേസ്, 3 ഫേസ് കസ്റ്റമർ ആവശ്യപ്രകാരം ഏത് തരം മോട്ടർ ആണെങ്കിലും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോംബോ ആയിട്ട് നമുക്ക് 190 കോക്കനട്ട് കപ്പാസിറ്റി വരുന്ന, അതായത് 12 ട്രേ കപ്പാസിറ്റി വരുന്ന ഒരു ഇലക്ട്രിക് ഡ്രയർ, അതുപോലെ തന്നെ ഒരു ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ. ഈ ഹെവി ഡ്യൂട്ടി കൊപ്ര കട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം 150 to 200 കിലോ കൊപ്പർ വരെ കട്ട് ചെയ്യാൻ പറ്റിയൊരു കൊപ്ര കട്ടറാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഹാവൽസിൻ്റെ 2 HP മോട്ടറാണ് വരുന്നത്. ഈ കാണിച്ച പ്രോഡക്റ്റ് എല്ലാം നമ്മൾ സിംഗിൾ ഫേസിലും 3 ഫേസിലും വർക്ക് ചെയ്യാം. അതെ, സിംഗിൾ ഫേസ്, 3 ഫേസ് അത് കസ്റ്റമർ ഡിമാൻഡിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞത് നമുക്കൊരു 80 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു ഓയിൽ സ്റ്റോറേജ് ടാങ്ക്. ഇത് പറഞ്ഞാൽ നമുക്ക് ഓയിൽ പിന്നെ അടിവശത്ത് കോണായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ കൂടി പറ്റിയ തരത്തിലുള്ള ഒരു ഓയിൽ സ്റ്റോറേജ് ടാങ്കാണ് വരുന്നത്. നമുക്ക് ഈ ഒരു 4 സെറ്റപ്പും കൂടി കൂടിയിട്ട് ഏകദേശം 2,80,000 രൂപയാണ് ടാക്സ് ഉൾപ്പെടെയുള്ള ഒരു കോസ്റ്റ് വരുന്നത്. 2,80,000 രൂപ. ഇതിൽ നമുക്ക് സബ്സിഡി സ്കീമിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ്. തീർച്ചയായിട്ടും ഇപ്പം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ട് ഉണ്ട്. ഏകദേശം 90% നമുക്ക് ഈടില്ലാത്ത ലോൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 35% വരെയുള്ള സബ്സിഡിയും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ എല്ലാം ഈ സബ്സിഡിയുടെ ആയിരുന്നാലും ലോണിന്റെ ആയിരുന്നാലും കാര്യങ്ങൾക്ക് നമുക്ക് ഇത് ആവശ്യമായിട്ട് വരുന്ന ജനങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഇതുപോലൊരു യൂണിറ്റ് തുടങ്ങാൻ, സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, മെക്മാർക്കായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കമ്പനിയിൽ വന്നിട്ട് മെഷീനറീസ് എല്ലാം കാണാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങളും മനസ്സിലാക്കാനും പറ്റും. എത്ര വർഷത്തെ വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്? ഈ പ്രൊഡക്റ്റിന് വരുന്നത് പിന്നെ 1 year ആണ് കമ്പനി വാറണ്ടി വരുന്നത്. ഈ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകത പറയുമ്പോൾ നമ്മൾ പല ഡീലേഴ്സും കേരളത്തിലുണ്ടെങ്കിലും ഇതുപോലത്തെ ഓയിൽ പ്രസ് മെഷീൻ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നമ്മളെ അറിവിൽ മെക്മാർക്ക് മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാവരും ട്രേഡ് മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ പാർട്സും നമ്മൾ കമ്പനിയിൽ അവിടെ നമ്മൾ കോഴിക്കോട് മാനുഫാക്ചറിങ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് സർവീസും ആണെങ്കിലും എന്ത് സപ്പോർട്ടും ആണെങ്കിലും വാറണ്ടിന് ശേഷമാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് അവർക്ക് അവരുടെ ബിസിനസ്സിന് തകരാറ് പറ്റാത്ത രീതിയിൽ തന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. 1 year ആണ് വാറണ്ടി വരുന്നത്. നമുക്ക് ഓൺ സൈറ്റ് വാറണ്ടിയാണ് വരുന്നത് ഇതുപോലത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ എടുക്കുന്ന ആൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് അവർക്കുള്ള സർവീസ് ട്രെയിനിങ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവർക്ക് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം കാര്യങ്ങളെല്ലാം അവരെ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്ങും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ നമുക്ക് ഡെലിവറി എങ്ങനെയാണ്? ഡെലിവറി കേരളത്തിൽ മൊത്തത്തിൽ ചെയ്യുകയാണോ? ഈ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമല്ല പോകുന്നത്, ഓൾ ഇന്ത്യ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുറത്തേക്ക് എക്സ്പോർട്ടിംഗ് പോകുന്ന ഒരു യൂണിറ്റ് ആണ്. നമുക്ക് ഓരോ സ്ഥലത്തേക്കും അതിനനുസരിച്ച് രീതിയിൽ കസ്റ്റമർ ആവശ്യപ്രകാരമുള്ള നമ്മൾ പാക്കിംഗ് ചെയ്ത് അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻസ്റ്റലേഷൻ സൈറ്റിൽ പോയി ചെയ്ത് കൊടുക്കുകയാണോ, അല്ലെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ? ഇതെല്ലാം പിന്നെ ഫൗണ്ടേഷൻ ആവശ്യമില്ലാത്ത തരത്തിലുള്ള മെഷീൻ. നമ്മൾ ടൈലിട്ട ഒരു റൂമാണെങ്കിൽ, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂമാണെങ്കിൽ കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഷീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിനൊന്നും ഫൗണ്ടേഷൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റാഫ് പോയിട്ട് അവർക്ക് അവരെ ലൊക്കേഷനിൽ പോയിട്ട് അവർക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സംബന്ധമായിട്ടുള്ള വിശദമായിട്ടുള്ള ട്രെയിനിങ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് കേരളത്തിൽ എവിടെയായിരുന്നാലും നിങ്ങൾ എവിടെയാണെങ്കിൽ ഞങ്ങൾ പോയി ചെയ്ത് കൊടുക്കും, ഓൺസൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ചെയ്തെടുക്കാം? ഇത്രയും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോംബോ വാങ്ങുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ നമുക്ക് എത്ര കിലോ വരെ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഈ ഒരു മെഷീൻ അറിയുമ്പോൾ 3 HP ഓയിൽ പ്രസ് മെഷീൻ അറിയുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ 25 to 30 കിലോ സീഡ് വരെ നമുക്ക് ഒരു മണിക്കൂറിൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ദിവസം ഇതുപോലത്തെ നമ്മളെ ഓൾറെഡി കൊടുത്ത യൂണിറ്റുകൾ വെച്ച് നോക്കുമ്പോൾ പലരും എന്താണ് 60 ലിറ്റർ 80 ലിറ്റർ 100 ലിറ്റർ വരെ പ്രൊഡക്ഷൻ ചെയ്യുന്ന യൂണിറ്റുകൾ ധാരാളമായിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു കോംബോ വെച്ചിട്ട് തന്നെ നമുക്ക് 100 ലിറ്റർ വരെ എണ്ണ ഉൽപ്പാദിപ്പിക്കാം. അതെ അതെ. പിന്നെ ഇതിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് ഡ്രയർ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് നമുക്ക് കൊപ്ര പ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ ഡ്രയർ അവർ കസ്റ്റമർ അനുസരിച്ച് ഒന്നിൽ കൊപ്ര പുറത്തുനിന്ന് വാങ്ങുന്നവർക്കാണെങ്കിൽ ചെറിയ ഡ്രയർ മതി. അതല്ല കൂടുതലായിട്ട് കൊപ്ര അവർക്ക് തന്നെ നാളികേരം വെട്ടി സ്വന്തമായിട്ട് കൊപ്ര പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഡ്രയർ അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യണം, അവർ കപ്പാസിറ്റി അവർ സെലക്ട് ചെയ്യണം. അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി വേണം അത്രത്തോളം സൈസുള്ള ഡ്രയർ ആയിരിക്കണം അവർ സെലക്ട് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞ് യൂണിറ്റ് ആയിട്ട് ആണ് ഇരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണതിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഒരു പ്രശ്നമില്ല. അതാണ് നമ്മൾ ഈ ഒരു മെഷീൻ ഇത് നമ്മൾ കൊപ്രക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇത് മാനുഫാക്ചർ ചെയ്തൊരു മോഡലും കൂടിയാണ്. അതായത് ഇതിൻ്റെ ചാമ്പർ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്യൂസ് ഷാഫ്റ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ബോക്സ്, ഇതെല്ലാം കൊപ്രയുടെ മെറ്റ് സീഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹാർഡാണ്. അതെ, കുറച്ച് ഇപ്പോൾ എള്ള്, കടുക്, കടല ഇതുപോലുള്ള സീഡൊക്കെ ആണെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഓയിൽ എടുക്കാൻ പറ്റും. അതെ അതെ. കൊപ്രയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് ആയിരിക്കും മെറ്റീരിയൽ. ഇങ്ങനെ കൂടുതൽ ടൈം വർക്ക് ഉണ്ടാവും. കേരളത്തിലാണ് കൂടുതലും കോക്കനട്ട് ഓയിൽ ആയതുകൊണ്ട് നമ്മൾ കൊടുത്ത പല യൂണിറ്റ് നോക്കിയാലും ദിവസം 5 മണിക്കൂർ 8 മണിക്കൂർ എല്ലാം വർക്ക് ചെയ്യുന്ന യൂണിറ്റുകളാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇപ്പൊ 5 മണിക്കൂർ 8 മണിക്കൂർ നമ്മൾ കൊടുത്ത മെഷീൻ വെച്ച് തന്നെ യൂണിറ്റ് റൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ 1-2 യൂണിറ്റ് എങ്കിലും കാണിക്കാനായിട്ടുണ്ടാവും? തീർച്ചയായിട്ടും കാണിക്കാൻ പറ്റും. കാണിക്കാനായിട്ട് യൂണിറ്റുകൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പർപ്പസിനാകുമ്പോൾ അതിന്റെ ക്വാളിറ്റിയുള്ള മെഷീൻ ആയിരിക്കണം. നമ്മൾ ഒരു കണ്ടീഷനിലാണ് എല്ലാ മെഷീനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ഒത്തിരി ഇതിലുള്ള മെഷീൻസ് എക്സ്പെല്ലറുകളുണ്ട്, ഓയിൽ എക്സ്പെല്ലറുകളുണ്ട്. അത് വാങ്ങിയ ആൾക്കാർ ഒത്തിരി പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കൊപ്ര നമുക്ക് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കി സീഡ്സ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നാൽ കൊപ്രയിൽ നിന്ന് എണ്ണ എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കംപ്ലൈന്റ് കേൾക്കാറുണ്ട്. നമുക്കിതിൽ കൊപ്ര ആട്ടി നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ? കൊപ്ര ആട്ടി കാണിക്കാം. അതായത് മറ്റ് കമ്പനികളാകുമ്പോൾ, പുറത്തുള്ള കമ്പനികളാകുമ്പോൾ അവർക്ക് അവിടെ കൊപ്ര അല്ല പ്രാധാന്യം, മറ്റ് സീഡ്സുകളാണ്. കൊപ്ര നമുക്ക് കേരളത്തിലുള്ളവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അവരെ മെഷീൻ ഡിസൈൻ ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടാവില്ല. അത് കൊപ്രക്ക് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് തകരാറ് തന്നെ സംഭവങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി കൊപ്രക്ക് വേണ്ടി സ്പെഷ്യൽ ചെയ്തുകൊണ്ട് അതിൻ്റെതായ പെർഫോമൻസ് മെഷീൻ ചെയ്യും. അതാണ് വ്യത്യാസം. പീനട്ട്, കടല എണ്ണ ചെയ്യാം, അതുപോലെ തന്നെ എള്ളെണ്ണ ചെയ്യാം, കടുകെണ്ണ, സൺഫ്ലവർ, ഇതുപോലുള്ള എല്ലാ ഓയിലുമാണ്, ഏത് ഓയിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു മെഷീനാണ്. അപ്പോൾ നമുക്ക് കൊപ്രക്ക് വേണ്ടി മാത്രമേ നമുക്ക് ഡ്രയർ, അതുപോലെ തന്നെ കൊപ്ര കട്ടർ ഇതുപോലുള്ള മെഷീനറീസ് ഒക്കെ ആവശ്യമുള്ളൂ. നമുക്ക് മറ്റ് സീഡുകളാണെങ്കിൽ ഈ ഒരു മെഷീൻ, സിംഗിൾ മെഷീൻ കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓയിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെഷീൻ മാത്രമായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? മെഷീൻ മാത്രമായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രൈസ് എത്ര വരും? ഈ മെഷീൻ മാത്രമായിട്ട് വരുമ്പോൾ നമുക്ക് 1,70,000 മാത്രമേ ഇതിന്റെ പ്രൈസ് വരുന്നുള്ളൂ. 1,70,000. ഇത് അതിന് സബ്സിഡി, ഈ ലോണ് സൗകര്യം എല്ലാം അവൈലബിൾ ആണ്. നമുക്കൊരു കോക്കനട്ട് ഓയിൽ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ആദ്യ സ്റ്റെപ്പ് പറയുന്നത് കൊപ്ര പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ കൊപ്ര പ്രൊഡക്ഷൻ ആകുമ്പോൾ ആദ്യം നാളികേരം കളക്ട് ചെയ്തതിനു ശേഷം അത് വെട്ടി ഉണക്കുകയാണ് വേണ്ടത്. അതിനുള്ള ഡ്രയറാണിത്, ഇലക്ട്രിക് ഡ്രയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഡ്രയറിൽ നമുക്ക് എന്ത് ചെയ്യാണ്, നാളികേരം കട്ട് ചെയ്തതിന് ശേഷം അടുക്കി വെച്ച് ഉണക്കിയെടുക്കുക ചെയ്യുന്നത് ആദ്യ പ്രോസസ്സായിട്ട്. ഉണക്കിയ നാളികേരം ഏകദേശം ഇതുപോലെ നമുക്ക് കൊപ്രയായിട്ട് ഔട്ട്പുട്ട് കിട്ടും. ഈ കൊപ്ര നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതായിട്ട് കൊപ്ര കട്ടറിൽ വെച്ച് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി മാറ്റും.
ചെറിയ പീസുകളാക്കി മാറ്റിയതിന് ശേഷം നേരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓയിൽ പ്രസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓയിലാക്കി മാറ്റാം. ഇത് പല മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫുള്ളി സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ്. അതായത് ഇന്നർ ബോഡി അതുപോലെ തന്നെ ട്രേ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. ഇത് നമുക്ക് GIയും അവൈലബിൾ ആയിട്ട് വരും. GIയിൽ വേണമെങ്കിലും നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് കുറയും. നമുക്ക് GIയിലുള്ള കോസ്റ്റ് ആണ് കോംബോയിൽ നമ്മൾ പറഞ്ഞത്. SS വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കോസ്റ്റ് ആഡ് ആയിട്ട് വരും. പിന്നെ വരുന്നത് നമുക്ക് ഈ എടുത്ത ഓയിൽ അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ ക്ലിയർ ആയി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 5 ദിവസം മുതൽ 6 ദിവസം വരെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോഴാണ് ഇത്രയും പ്യൂർ ആയിട്ടുള്ള ഓയിലായിട്ട് മാറുന്നത്. അതിനുള്ള ടാങ്കാണ് ഇത്, സ്റ്റോറേജ് ടാങ്ക്. നമുക്ക് ആ ഓയിൽ നേരെ ടാങ്കിലേക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഈ കോൺ ഭാഗത്ത് അടിഭാഗത്തേക്ക് മാറുകയും ക്ലിയർ ആയിട്ടുള്ള ഓയിൽ ഈ മുകൾ ഭാഗത്തേക്ക് വരികയും ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാങ്കിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് പിന്നീട് ക്ലിയർ ആയതിനു ശേഷം ഇതുപോലെ ടാപ്പ് മുഖേന നമുക്കൊരു ബോട്ടിലേക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിളായിട്ട് കളക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് കസ്റ്റമർക്ക് ബോട്ടിൽ ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ നമ്മൾ വലിയ എക്സ്പെല്ലറൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒത്തിരി കറണ്ട് ചാർജ് നമുക്ക് ആവുന്നുണ്ട്. അതായത് നമുക്ക് ഇതിന്റെ മേക്കിംഗ് കോസ്റ്റ് തന്നെ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മെഷീനിൽ നമുക്ക് ഒരു 1 കിലോ സീഡ് ആട്ടിയെടുക്കാനായിട്ട് 1 കിലോ കൊപ്ര ആട്ടിയെടുക്കാനായിട്ട് എത്ര യൂണിറ്റ് കറണ്ട് ആവശ്യമായിട്ട് വരും? അതെ, ഇതാകുമ്പോൾ നമുക്ക് ഈ ഒരു മെഷീൻ പറയുമ്പോൾ 3 HP മോട്ടർ വരുന്നുള്ളൂ. അതുകൊണ്ട് മറ്റു വലിയ മെഷീൻ എക്സ്പെല്ലറിലേക്ക് വരുമ്പോൾ 10 HP 12 HP 15 HP വരെയുള്ള വലിയ മോട്ടറാണ് വരുന്നത്. നമുക്ക് ഇത് 3 HP മോട്ടർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഇലക്ട്രിസിറ്റി കോസ്റ്റ് വളരെ കുറവ് വരുന്നുള്ളൂ. ഏകദേശം 1 കിലോ സീഡ് നമുക്ക് ഓയിൽ എടുക്കാൻ 1 രൂപയുടെ ഉള്ളിലുള്ള ഒരു ഇലക്ട്രിസിറ്റി കോസ്റ്റ് മാത്രമേ വരുള്ളൂ. അത്രേ വരുന്നുള്ളൂ. അതായത് 1 കിലോ എണ്ണ എടുക്കാനായിട്ട്, അല്ല 1 കിലോ കൊപ്ര ആട്ടി എടുക്കാനായിട്ട് നമുക്ക് 1 രൂപയുടെ താഴെ വരുന്നുള്ളൂ, താഴെ ചെലവ് ഇലക്ട്രിസിറ്റി കോസ്റ്റ് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോഴാ സൈഡ് നോക്കുകയാണെങ്കിലും ലാഭമാണ്. അതെ അതെ, തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ഇതിലും നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ സിംഗിൾ പ്രസ് ആണ്, അതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 പ്രാവശ്യം 4 പ്രാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സിംഗിൾ പ്രസ്സിൽ തന്നെ മാക്സിമം ഓയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് കൊപ്രയിൽ ഒട്ടും ഓയിൽ ബാക്കിയില്ലാത്ത തരത്തിൽ പൂർണ്ണമായിട്ടും ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ആദ്യമായിട്ട് കൊപ്ര കട്ടറിൽ കട്ട് ചെയ്ത കൊപ്രയാണിത്. നമുക്ക് നേരെ ഇതെന്ത് ചെയ്യാം, ഓയിൽ എടുക്കാം. ഈ കൊപ്ര കട്ടിൽ നമ്മളെ കൊപ്ര കട്ടിൽ കട്ട് ചെയ്യുമ്പോൾ ഈ ചെറിയ സൈസ് ആയിട്ടാണ്, ഇത്ര ചെറിയ സൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ ഈ ഒരു മെഷീനിലേക്ക് ഇടുമ്പോൾ വളരെ സ്പീഡായിട്ട് ഫീഡ് ഉള്ളിലേക്ക് ഇറങ്ങാൻ സഹായിക്കും. അപ്പോൾ ആദ്യം പിന്നെ ഫസ്റ്റ് നമുക്ക് മോട്ടർ ഓൺ ചെയ്യണം. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൊപ്ര നമ്മൾ ഇട്ട ആ ഒരു സ്പോട്ട് തന്നെ ഓയിൽ പുറത്തേക്ക് വരിക ചെയ്യുന്നത്. പിണ്ണാക്ക് അതിന്റെ വേസ്റ്റ് അതിലെ പോകുന്നു. പിണ്ണാക്ക് ഇങ്ങനെ വളരെ നൈസായിട്ട് പേപ്പർ സൈസിലാണ് വരിക. അതായത് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമർ 1 കിലോ കൊപ്ര നമുക്ക് ഓയിൽ എടുക്കാൻ കൊണ്ടുവരികയാണെങ്കിലും പുറത്തുനിന്ന് കൊപ്രയായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഓയിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. അതായത് ചാർജ് വാങ്ങിയിട്ട് നമുക്ക് ഓയിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. എത്ര ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റി ആണെങ്കിലും നമുക്ക് ഒരുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ എത്ര കിലോ ഇട്ടിട്ടുണ്ട് ഇതിലിപ്പോൾ ഏകദേശം നമ്മൾ ഒരു 3 കിലോ ആണ് ഇപ്പം ലോഡ് ചെയ്തത്. നമുക്ക് എന്ത് ചെയ്യാം, അത് വളരെ സ്പീഡായിട്ട് തീരും. ഇതിൽ നമുക്ക് എണ്ണ വളരെ കുറഞ്ഞ ചൂടിലാണ് പുറത്തേക്ക് വരുന്നത്. നമുക്ക് ഹീറ്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൽ ആട്ടുന്ന കൊപ്രന്റെ എണ്ണന്റെ ക്വാളിറ്റി എന്നാൽ വളരെ നല്ല ക്വാളിറ്റി വരിക, നല്ല ടേസ്റ്റും ഉണ്ടാവും എണ്ണക്ക്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അത് 2 കാര്യങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ ഈ ഒരു മെഷീനിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് മാക്സിമം മോയ്സ്ചർ ഒഴിവാക്കിയിട്ടാണ് ഇതിലേക്ക് ഫീഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഒന്ന് ഉണക്കി, അതായത് ആദ്യം നമ്മൾ കൊപ്രയിൽ കട്ടറിൽ കട്ട് ചെയ്യും. അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രയറിൽ വെച്ചൊരു 2 മണിക്കൂർ റോസ്റ്റ് ചെയ്തതിനു ശേഷം ഇട്ടുകയാണെങ്കിൽ മോയ്സ്ചർ മാക്സിമം ഒഴിവാക്കാനും പറ്റും, ഒരു റോസ്റ്റിംഗ് പരുവത്തിലേക്ക് വരികയും ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊപ്രക്ക് നല്ലൊരു സ്മെല്ല് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ, നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് നല്ല സ്മെല്ലും ഉണ്ടാവും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. കസ്റ്റമറെ നമുക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇതുപോലത്തെ ഓയിൽ കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് സെൽഫ് ലൈഫ് കൂടുതലായിരിക്കും, കാരണം ഒത്തിരി കാലം കേടാവാതിരിക്കും. അതായത് മോയ്സ്ചർ കണ്ടന്റ് എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയതിന് ശേഷം ഓയിൽ എടുക്കുന്നതുകൊണ്ട് നല്ല ലൈഫും ഉണ്ടാവും. ഇതാണ് ഇതിന്റെ പിണ്ണാക്ക് വരുന്നത്. ഇതിൽ നമുക്ക് നോക്കാം, ഒട്ടും ഓയിൽ കണ്ടന്റ് ഇല്ല, ജസ്റ്റ് ക്രിസ്പി രൂപത്തിൽ
ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കുന്ന സമയത്ത് തന്നെ എന്താണ് ഫുള്ളായിട്ട് പൊടിഞ്ഞു പോവുകയാണ്. ഓയിൽ കണ്ടന്റ് ഒട്ടും ബാക്കിയില്ലാതെ ഒരു പേപ്പർ തിക്നെസ്സിലാണ് പിണ്ണാക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് നേരെ നമ്മൾ ടാങ്കിലേക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ജസ്റ്റ് കുറച്ച് ദിവസം ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇത്രയും ക്ലാരിറ്റി ഉള്ള ഓയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എണ്ണയായിട്ട് മാറും അല്ലേ? അതെ. നമുക്ക് ഈ ഡ്രയറേ പിന്നെ മൾട്ടി പർപ്പസ് ലിഡ് ഡ്രയറാണ്. നമുക്ക് നാളികേരം അല്ലാതെ എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കപ്പയാണ്. നമുക്ക് കപ്പ ഇതുപോലെ എന്ത് ചെയ്യാം, ഉണക്കി പൊടിക്കാനെല്ലാം പറ്റും. ഇതിപ്പോൾ കപ്പ ഉണക്കിയതാണ്. അതുപോലെ തന്നെ ഇത് ക്യാരറ്റാണ്, നല്ല രീതിയിൽ ഉണക്കിയെടുക്കാൻ പറ്റും. ഇത് ബീട്രൂട്ടാണ്. അതുപോലെ തന്നെ പാവക്ക. ഇതുപോലെ എന്ത് ഐറ്റം ആണെങ്കിലും ഉണക്കിയെടുക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു മൾട്ടി പർപ്പസ് കൂടിയായിട്ടുള്ള ഒരു ഇലക്ട്രിക് ഡ്രയറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോംബോ വാങ്ങുമ്പോൾ നമുക്ക് കൊപ്ര മാത്രമല്ല നമുക്ക് എല്ലാ സാധനങ്ങളും ഇതുപോലെ ജാതിക്ക, ജാതിപത്രി, കൊക്കോ ഇതുപോലുള്ള എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും ഉണക്കാൻ പറ്റിയ തരത്തിലുള്ള ഡ്രയറാണ് ഇത് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വെയിലത്തിട്ട് ഉണക്കി ബുദ്ധിമുട്ടുണ്ട്, ഇതിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉണക്കിയെടുക്കാം. ഈ ലീഫുകളെല്ലാം ഉണക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ? തീർച്ചയായിട്ടും ഉണക്കിയെടുക്കാം. അതുപോലെ തന്നെ കൊണ്ടാട്ടങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നതും ഇതിൽ വെച്ച് ഉണക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് വരുന്നത്? നമുക്ക് ഇതുപോലത്തെ ഒരു ഓയിൽ യൂണിറ്റിൽ ചെയ്യുന്ന സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കുന്ന കൊപ്ര എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് ദിവസം 7 ദിവസം 8 ദിവസം എല്ലാം വെയിലത്ത് വെക്കുക പറഞ്ഞാൽ പുറത്താണ്, വെളിയിലാണല്ലോ വെക്കുന്നത്. അതിൻ്റെ പൊടിയും അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളെല്ലാം അതിൽ വന്നിരിക്കുന്നതും അങ്ങനെ പല വേസ്റ്റ് നമുക്ക് അതിൽ വന്നടിയും. അതുപോലെ തന്നെ പിന്നെ അത് എടുത്ത് ചാക്കിലാക്കി അത് പല ഗോഡൗണിൽ വെക്കുന്നു, അവിടെ വന്നിട്ട് അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇതിൽ ഉണക്കുന്ന കൊപ്ര ഇതിൻ്റെ ഓയിലിൻ്റെ ഡിമാൻഡിന് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് നാളികേരം വെട്ടി ഇലക്ട്രിക് ഡ്രയറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നു. അത് നമുക്ക് കൂടുതൽ കൈകൊണ്ട് ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാതെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് കൊപ്ര കട്ടറിലേക്ക് പോയി നേരെ ഓയിൽ മെഷീനിലേക്ക് പോകുന്ന സംഭവമാണ് വരുന്നത്. വളരെ ഹൈജീനിക് ആയിരിക്കും. അതുപോലെ കളറിന്റെ വ്യത്യാസം ഉണ്ടാവത്തില്ല, വളരെ നല്ല ക്ലിയർ ആയിരിക്കും ഓയിൽ. ഈ ഒരു ഓയിൽ ഫിൽട്ടർ ചെയ്യാതെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത്ര നല്ല ക്വാളിറ്റി ഉള്ള ഓയിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതൊക്കെ ഇപ്പോഴത്തെ കസ്റ്റമർ എല്ലാം ഹൈജീനിക് ആണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓയിൽ പ്രസ് മെഷീനും നമുക്ക് ഫുള്ളായിട്ട് SS വരുന്ന ഒരു മെറ്റീരിയൽ വരുന്നതായതുകൊണ്ട് വളരെ നല്ല ക്ലീൻഡ് ആയിട്ടുള്ള ഓയിലാണ് നമുക്ക് വരുന്നത്. ഒരു വേസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഇതാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഊരി ക്ലീൻ ചെയ്യാനും പറ്റിയ ഒരു തരത്തിലുള്ള മെഷീനാണ് വരുന്നത്. അല്ല, ഇപ്പൊ പുറത്തുനിന്ന് ഈ SS-ന്റെ ഇത് കാണുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് നോക്കുകയാണെങ്കിലും നല്ല ഹൈജീൻ അങ്ങനെ ഒരു ഫീൽ കിട്ടും അവർക്ക്. വളരെ നമ്മൾ മറ്റേ പഴയ ഓയിൽ മില്ലുകൾ കാണുമ്പോൾ അറിയാം, അവിടെ ചെന്ന് അതിൽ നിന്ന് എണ്ണ വരുന്നുണ്ട്, നമ്മൾ വാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു പരിസരം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ തോന്നത്തില്ല. അതെ, അതാണ് ഇത് മെഷീൻ ഇത് തമ്മിലുള്ള വ്യത്യാസം. അതിന്റെ ഒരു മാർക്കറ്റ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റും. അതായത് ഇതൊരു ഹൈജീനിക് ആയിട്ട് ചെയ്യുന്നതിന്റെയും ഇത്രയും ക്വാളിറ്റിയിൽ ചെയ്തെടുക്കുന്നതിന്റെയും ഒരു ഗുണം നമുക്ക് എന്തായാലും കസ്റ്റമർ എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു മെഷീൻ എങ്ങനെ മറ്റൊരു സീഡ് എങ്ങനെ ചെയ്യാന്നുള്ളതും കൂടി നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഒരു വാഷ് ചെയ്യാൻ നമുക്ക് ഈ ഹോപ്പർ മാറ്റി ഈ ചാമ്പർ ഊരി ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും, ഉടനെ തന്നെ അടുത്ത ഓയിൽ എടുക്കാം. അത് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തായിട്ട് സൺഫ്ലവർ എങ്ങനെ എടുക്കാൻ നോക്കാം. ഇപ്പോൾ സൺഫ്ലവർ സീഡാണ്. അപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് മോട്ടർ ഓൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഫീഡ് ചെയ്തു, ഉടനെ തന്നെ ഇതാ വരണം ഓയിൽ. നമ്മൾ ഇട്ട് സെക്കൻഡിൽ വരുവാണ്. സെക്കൻഡിൽ തന്നെ വരാണ്. ഈ സൺഫ്ലവറിന്റെ ആ ഒരു നാച്ചുറൽ മണം നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് അതെ, ഒറിജിനൽ സൺഫ്ലവർ ഓയിലാണ് വരുന്നത്. അതെ, നമുക്ക് വലിയ ചൂടൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ സൺഫ്ലവർ സീഡ് ഈ ഒരു കളറിലേക്കാണ് വരിക. ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം ക്ലിയർ ആയി കഴിയുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കളറിലേക്ക് വരും. അത് ക്ലിയർ ആകുമ്പോൾ ഈ കളറാണ്, ഈ ഒരു കളറിലേക്ക് വരും സൺഫ്ലവർ. അതിന് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റും, ആ ഫിൽറ്ററിൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫിൽറ്റർ, ഇത് സ്റ്റോറേജ് ടാങ്ക് ആണ്. സ്റ്റോറേജ് ടാങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ക്ലിയർ ആയി വരും. ഓക്കെ. നമുക്ക് കോക്കനട്ട് ഓയിൽ മാത്രമല്ല, ഏത് ഓയിലായിരുന്നാലും അതിൽ തന്നെ ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. ഇതിന്റെ പിണ്ണാക്കാണ് ഇത് സൺഫ്ലവറിന്റെ. ഒട്ടും ഓയിൽ കണ്ടന്റ് ബാക്കിയില്ലാതെ ഫുള്ളായിട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷമാണ് പുറത്തേക്ക് വരുന്നത്. ഇതായിരുന്നാലും നമ്മൾ കൊപ്ര പോലെ തന്നെയാണ് അല്ലേ? മൊത്തത്തിലെ ഓയിൽ എടുത്തിട്ടാണ് വരുന്നത്. ഒരു സിംഗിൾ പ്രസ്സിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഊർന്ന് ഇറങ്ങിപ്പോഴും. സൺഫ്ലവർ ആകുമ്പോൾ നമ്മൾ കൈ കൊണ്ട് തട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല.
അപ്പോൾ ഒരാളുടെ ആവശ്യമില്ല, നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും അത് ഓയിലായി മാറും. അതെ, ഈ ഒറ്റ മെഷീൻ മതി ഇതുപോലത്തെ സൺഫ്ലവർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലത്തെ ഓയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ കണ്ട ഓയിൽ പ്രസിൻ്റെ ചെറിയ മെഷീനാണിത്. കുറച്ചുകൂടി കോസ്റ്റ് കുറച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതാകുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപേൻ്റെ താഴെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ചിലവ് വരുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട എല്ലാ യൂണിറ്റുകളും ഇതിലും വരും അല്ലേ? അതെ, ഇത് 2 HP ഓയിൽ പ്രസ് ആണ്. അതുപോലെ തന്നെ 1 HP ഉണ്ട്. ഈ ചെറിയ ലൈറ്റ് ഡ്യൂട്ടി കൊപ്ര കട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ടൈപ്പ് ഇലക്ട്രിക് ഡ്രയർസും വരുന്നുണ്ട്. പല ടൈപ്പ്. ഓക്കെ, ഇത് ചേർത്ത് നമുക്ക് 2 ലക്ഷത്തിന് താഴെയായിട്ടും ഒരു യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 ലക്ഷത്തിന് താഴെ ആയിരുന്നാലും നമ്മൾ പറഞ്ഞ ഈ സബ്സിഡിക്ക് ആയിരുന്നാലും ലോണിനായിരുന്നാലും അതെല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഈ സബ്സിഡി ആയിരുന്നാലും ലോൺ ആയിരുന്നാലും അതിന്റെ ഹെൽപ്പുകളെല്ലാം നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്തു കൊടുക്കല്ലേ? മെക്മാർക്കിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ കണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് നമുക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും.